വർക്കല ഇലകമണ്ണിലെ യുവാവിന്റെ മരണം ഭക്ഷ്യവിഷബാധയേറ്റ്. ഇലകമൺ കല്ലുവിള വീട്ടിൽ 23 വയസ്സുള്ള ബിജുവാണ് കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിയോടുകൂടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 29-ാം തീയതി വൈകുന്നേരം ഇലകമണിലെ ബേക്കറിയിൽ നിന്നും ദിൽകുഷ് വാങ്ങി ബിജുവും കുടുംബാംഗങ്ങളും കഴിച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചെയോടുകൂടി വയറുവേദനയും ഛർദിയും ഉണ്ടായെങ്കിലും കാര്യമായിക്കില്ല. കഴിഞ്ഞ ദിവസം രാവിലെ ബിജു ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടെ വീട്ടുകാർ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബിജുവിനൊപ്പം ഭക്ഷണം കഴിച്ച കുടുംബാംഗങ്ങൾക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് പാരിപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ബിജുവിന്റെ അമ്മ കമല തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഭക്ഷ്യവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വിഭാഗം ഇലകമണിലെ LB ഫുഡ് പ്രോഡക്റ്റ് എന്ന സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയും ഉപയോഗപ്രദമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടി. സഹോദരന്റെ ഭാര്യയും മക്കളാണ് ഇവിടെ താമസിക്കുന്നത്. അവർ കരവാരം ജംഗ്ഷനിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് മസ്താനും പാലും മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ട് കുടിച്ച് ഈ മസ്താനും കഴിച്ച് അവർക്ക് ഇളക്കവും ഛർദിലും വന്ന് രാത്രി ഒരു രണ്ടാമത്തെ പയ്യനും ബിജുവിന് ഛർദിൽ വന്ന് ഇളയവൻ കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്ന് ഛർദിലും ഇതൊക്കെ കഴിഞ്ഞ് ആ രാത്രി തന്നെ അവൻ മരണപ്പെട്ടു. രാവിലെയാണ് ഇളയ പയ്യൻ ചെന്ന് വിളിച്ചുണർത്തിയപ്പം മരിച്ചു കിടക്കുന്നു. അതിനെ പിന്നെ അടുത്തുള്ള പയ്യന്മാരെല്ലാവരും കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ESI മെഡിക്കൽ കോളേജിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ആശാ വർക്കറും എല്ലാവരും കൂടെ വന്ന് തള്ളയും സഹോദരിയെയും കൊണ്ടുപോയി ആശുപത്രി അഡ്മിറ്റായി. ഇപ്പോൾ ICUയിൽ കൂടുതലായിട്ട് അമ്മ കിടക്കുകയാണ്. ബാക്കിയുള്ള സഹോദരങ്ങളും പെങ്കൊച്ചും എല്ലാം അടുത്ത വാർഡിൽ 13, 14 വാർഡുകളിൽ കിടക്കുന്നു. ഇപ്പോൾ ബോഡി കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇവരെ എന്താണ് കുറവും കൂടുതലും അറിഞ്ഞതിന് ശേഷമേ ബോഡി കൊണ്ടുവരാൻ പറ്റൂ. ഈ മസ്താൻ കഴിച്ചതിലാണ് പറ്റിയത്. ഇവർ ബുധനാഴ്ച പാരിപ്പള്ളി ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി കഴിച്ചെന്ന് പറഞ്ഞു. ബിരിയാണി കഴിച്ചിട്ടെന്ന് അവർക്ക് കുഴപ്പമില്ലെന്ന് ഇന്ന് കൊച്ചുങ്ങൾ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു. അതിലൊന്നും കുഴപ്പമില്ലായിരുന്നു അപ്പച്ചി. വ്യാഴാഴ്ച ഇടന്ന് ഞങ്ങൾ വൈകുന്നേരത്ത് മസ്താൻ കഴിച്ച്. അത് ബിരിയാണി ഇവരെല്ലാവരും കഴിച്ചെന്ന് പറയുന്നു. അത് പറഞ്ഞ അറിവ് മാത്രമേ എനിക്കറിയാവൂ. മസ്താൻ ഇവിടെ നിന്ന് മക്കളും എല്ലാവരും തള്ളയെല്ലാം കഴിച്ചെന്നു. കഴിച്ചെന്നു ഇതെല്ലാം കഴിച്ചാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ അവത്തുങ്ങൾ എന്നെ വിളിച്ച് രണ്ടുപേരും മൂന്നാമത്തവനും മൂത്തവനും എന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഇങ്ങനെയാണ് പറഞ്ഞത്. കുടുംബാംഗങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ബിജുവിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് വർക്കലയിലെ ഒരു ന്യൂ സ്പൈസി റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ച 65ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നിർജീവ അവസ്ഥയാണ് ഒരു പരിധിവരെ കടകളിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിന് പ്രേരണയാകുന്നത്. ന്യൂസ് ഡയറി കേരളം, വർക്കല.